ഇടുക്കിയിൽ നിന്നും സന്ദീപ് രാജാക്കാട്. സന്ദീപ്, ഇടുക്കി കോൺഗ്രസിൻ്റെ ഒരു പരമ്പരാഗത ലോക്സഭാ മണ്ഡലമാണ്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ LDFിലേക്ക് ചായുന്നതാണ് കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. എങ്ങനെയാണ് ഇപ്പോഴത്തെ നില? മാത്രമല്ല, ഡീൻ കുര്യാക്കോസ് സിറ്റിംഗ് MP ആൻറ്റി ഇൻകുംബൻസി ഉണ്ട് എന്നുള്ള തരത്തിലുള്ള സർവേ ഫലങ്ങൾ പുറത്തു വന്നിരുന്നു. ഇതിനെങ്ങനെയാണ് ജോയ്സ് ജോർജ് മുതലാക്കാൻ ഉദ്ദേശിക്കുന്നത്? നികേഷ് കുമാർ, ഇടുക്കി മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഇടുക്കി കോൺഗ്രസിനൊപ്പം നിൽക്കുകയും എന്നാൽ ഇടതുപക്ഷത്തോടൊപ്പം ഇടയ്ക്ക് നിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഇടതുപക്ഷം ഇത്തവണ ഏറ്റവും കൂടുതലായി പ്രചാരണ രംഗത്തേക്ക് എത്തുമ്പോൾ അവരുടെ ആത്മവിശ്വാസം എന്ന് പറയുന്നത് ഇടുക്കി പാർലമെന്റ് നിയോജക മണ്ഡലത്തിലെ 7 നിയമസഭാ മണ്ഡലങ്ങൾ, അതിൽ 5 നിയമസഭാ മണ്ഡലങ്ങളും ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്നു എന്ന ആത്മവിശ്വാസം അവർക്കുണ്ട്. കഴിഞ്ഞ തവണ ഉടുമ്പൻചോലയിൽ അടക്കം മണിയാശാൻ അടക്കം ലഭിച്ചിട്ടുള്ള ഭൂരിപക്ഷം അത് ചൂണ്ടിക്കാണിക്കുന്നു, വോട്ട് ഷെയർ ചൂണ്ടിക്കാണിക്കുന്നു. അത്തരത്തിൽ വലിയൊരു ആത്മവിശ്വാസം ഇടതുപക്ഷം മുമ്പോട്ട് വെക്കുന്നു എന്നുള്ളതാണ്. അതിലുപരിയായിട്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, UDFനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ ഡീൻ കുര്യാക്കോസിന് ലഭിച്ചിട്ടുള്ള വലിയ ഭൂരിപക്ഷം 1,71,053 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഡീൻ കുര്യാക്കോസ് ജയിക്കുന്നത്. ആ ഭൂരിപക്ഷം നിലനിർത്തിക്കൊണ്ട് തന്നെയുള്ള ഒരു വലിയ വിജയത്തിലേക്ക് മുമ്പോട്ട് പോകുവാൻ കഴിയും എന്നാണ് പറയുന്നത്. ഈ 7 നിയമസഭാ മണ്ഡലങ്ങളുടെ കണക്കുകൾ ഇടതുപക്ഷം മുമ്പോട്ട് വയ്ക്കുമ്പോഴും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2 നിയമസഭാ മണ്ഡലങ്ങൾ മാത്രമായിരുന്നു UDFന് അനുകൂലമായിട്ട് ഉണ്ടായിരുന്നത്. ഇത്തവണയും അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. തൊടുപുഴയും മൂവാറ്റുപുഴയും കഴിഞ്ഞ തവണ ഇടുക്കി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മാറ്റം എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടുള്ള ഒരു ആത്മവിശ്വാസം കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നു. ഒപ്പം തന്നെ ഇത്തവണ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ വന്യമൃഗശല്യവും ഭൂപ്രശ്നങ്ങളും അടക്കമുള്ള വിഷയങ്ങളിൽ ഇടുക്കിയിൽ ഇടതുപക്ഷത്തിനെതിരെ വലിയ രീതിയിലുള്ള വികാരം നൽകുന്നത്. വന്യമൃഗശല്യം വളരെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാകും മലയോര മേഖലകളിലൊക്കെ തന്നെയും, ഇടുക്കിയിൽ പ്രത്യേകിച്ചും.